ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റ് കഫേ സിമുലേറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡായിട്ടാണ് വന്നത്. പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ കടയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്നു. നമുക്ക് ഇനി നേരെ കടയിലൊക്കെ ഒന്ന് പോയി നോക്കാം, എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. ഇവിടെ വൈക്കൽ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഈ സിറ്റി ഏതൊരു അറബി നാടാണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് ഏതൊരു അറബി നാട്ടിലാണ് ഇത് തോന്നുന്നുണ്ട്. ബോർഡറൊക്കെ കണ്ടിട്ട് അറബിയിലാണ് പേര് കൊടുത്തത്. ഒക്കെ നമ്മളെ കഫേൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി. കഫേ എവിടെ വിടാണ്ടായിരുന്നു. കഫേ ഇവിടെ അല്ലേ? ഈ കഫേ എവിടെയാണ് കറക്റ്റ് ഓർമ്മ കിട്ടുന്നത്. ഇതില് ചെറിയ സ്ഥലമാണ്, എന്നാലും കഫ കറക്റ്റ് ഇവിടെ ഞാൻ മറന്നു പോയി. ഇവിടെ എവിടെ ആണ് കഫേ ഇരിക്കുന്നത്? ഇവിടെ അല്ല, ഇവിടെ ഇവിടെയല്ലേ? ഓക്കെ, ഇവിടെ ആപ്പിളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കഴിക്കാൻ കഴിയില്ല കേട്ടോ. ഇതിനെങ്ങനെ ഫുഡ് കഴിക്കുക കാര്യങ്ങളൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല. ഫുഡൊക്കെ എങ്ങനെ കഴിക്കാൻ അറിയണമെന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ കുറേ നോക്കി, ഫുഡ് കാര്യങ്ങൾ ഇവിടുന്ന് വാങ്ങാമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഓക്കെ നമ്മൾ കഫേ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. കഫേ ഇതാ. ഓക്കെ, അവർ കഫേ ക്ലോസ്ഡ് ആണ്. നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, കഴിഞ്ഞ ദിവസം ആക്കി വെച്ചതാണ്. ഇങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഇലക്ട്രിസിറ്റി ഒന്ന് കണക്റ്റ് ആക്കണം. ഇലക്ട്രിസിറ്റി ഓൺ ആക്കാം. ഇലക്ട്രിസിറ്റി ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കഫേ ഒന്ന് ഓപ്പൺ ആക്കിയിടാം. ഫസ്റ്റ് കസ്റ്റമറെ വെയിറ്റ് ചെയ്യാന്നിട്ട്. ഇതിലേക്ക് ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടില്ല. നമുക്ക് കഫേ ക്ലോസ്ഡ് ആണ്. അത് ഓണാക്കിയിടാം. ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മളെ ഫുഡും കാര്യങ്ങളും ഞാൻ നോക്കി കുറേ. ഇതിലൊക്കെ എന്തോ വെൻഡിങ് മെഷീൻ വാങ്ങണം എന്നാണ് പറയുന്നത്. പക്ഷേ വെൻഡിങ് മെഷീൻ എവിടുന്നാ കിട്ടാന്നൊന്നും അറിയില്ല. നമുക്ക് എനിക്ക് തോന്നണേ ഇവിടെ കിച്ചണിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട് സാധിക്കും. അതിനൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. ഫുഡും കാര്യങ്ങളും എവിടുന്നാ കിട്ടാന്ന് അറിയില്ല. ജസ്റ്റ് നോക്കി നോക്കാം. അതിൽ 2 സ്റ്റാർ റേറ്റിംഗ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 സ്റ്റാർ റേറ്റിംഗ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി നമ്മളെ കടയിൽ ആരെങ്കിലും വരുന്നവരെ ഒന്ന് കാത്തു നിൽക്കാം. കടയിൽ ഫസ്റ്റ് കസ്റ്റമർ ആരും ഇതുവരെയായിട്ടൊന്നും വന്നിട്ടില്ല. നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. പുറത്ത് ആരും കസ്റ്റമറൊന്നും വരുന്നത് കാണുന്നില്ലല്ലോ. കസ്റ്റമർ വരേക്കാരം. പിന്നെ ഇതിൽ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്താൽ അത് എത്തിക്കുന്നത് ഒട്ടകപ്പുറത്താണ് ഇതിലെത്തി. അതാ ഞാൻ പറഞ്ഞത്, ഇത് അറബി നാടാന്ന് തോന്നുന്നത്. ഇവിടെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാരാ ബെഗർ? ഏതാണ് ഈ ബെഗർ? ഒരു ബെഗറൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് കസ്റ്റമർ നമ്മുടെ കടയിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, ഇരിക്കൂ. ഫസ്റ്റ് കസ്റ്റമർ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി അത് അക്സെപ്റ്റ് ചെയ്യണം. റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ അപ്രൂവ് ചെയ്താലാണ് പോലെ അത് യൂസ് ചെയ്യാം. മൈ കൈക്കിൽ റിക്വസ്റ്റിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ നമ്മളെ ക്യാഷും കാര്യങ്ങളൊക്കെ കൂട്ടിയിടാനായിട്ട് സാധിക്കട്ടെ. ക്യാഷ് കൂട്ടിയിട്ടാൽ തോന്നുന്ന ആരും വരില്ല എന്നാണ് തോന്നുന്നത്. കടയ്ക്ക് നോർമൽ തന്നെയാണ് ഇപ്പോൾ ക്യാഷ് കളിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്യാഷാണ്. എത്ര ഉണ്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് $16.5 നമുക്ക് ഫസ്റ്റത്തെ കസ്റ്റമറിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കസ്റ്റമറെ വെയിറ്റ് ചെയ്യാം. ഇത് ഭയങ്കര റിസ്ക് ആട്ടോ ഗൈസ്. ബാക്കിയുള്ള ബിസിനസ് പോലെയല്ല. ഈ കഫേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ ഓരോ കസ്റ്റമേഴ്സിനാണ് വെയിറ്റ് ചെയ്യാൻ. ഓക്കെ, അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. കസ്റ്റമർ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്രൂവ് ചെയ്തേക്കാം. ഓക്കെ, അവർ ടൈമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, എത്ര മണിക്കൂറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ലിമിറ്റ്ലെസ് ആണ്. ഇപ്പോൾ ഇതൊന്നും നല്ല ക്യാഷ് കിട്ടാൻ, ലിമിറ്റ്ലെസ് വന്നാൽ നല്ല ക്യാഷ് കിട്ടാൻ. ഓക്കെ, ലിറ്റിൽ കോൾഡർ ഇൻസൈഡ് എന്തോ എഴുതിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഡിസ്ലൈക്കാണ് ഇതുവരെ തന്നിട്ടത്. ആരും ലൈക്ക് തംസപ്പ് ആരും ഇതുവരെ തന്നിട്ടില്ല.
റേറ്റിംഗ് ഒക്കെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ സൈഡിൽ കാണാനായിട്ട് പറ്റും. നല്ല ഫുള്ള് കുറവാണ്. ഫുഡ് തീരെ ഇല്ല, എനർജി അത്രയ്ക്കും ഇല്ല. ഒക്കെ ഭയങ്കര കുറവായിട്ടാണ് കാണിക്കുന്നത്. ഇതെങ്ങനെ കൂട്ടാന്ന് അറിയില്ല, എങ്ങനെ കൂട്ടലെന്ന് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. മിക്കവാറും ഇപ്പൊ ചാവാനാണ് ചാൻസ് ഉള്ളത്. നോക്കി നോക്കാം. ചത്ത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കാരം പോയി വരിക. ഫുഡും കാര്യങ്ങളും എങ്ങനെ കഴിക്കാൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. ഫുഡ് എങ്ങനെയാണ് ഓർഡർ ചെയ്യാൻ ഇതിൽ ഓർഡറിലാണെങ്കിൽ ഫുഡും ഇല്ല. ഇതിലുള്ള സിസ്റ്റം PC കമ്പ്യൂട്ടർ അതിൻ്റെ ഇതൊക്കെ ഇതിലുള്ളൂ. ഇതിൽ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. ഫുഡ് വേറെ എവിടെ പോയി കഴിക്കണം എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. യു ആർ ബ്ലാക്ക് എന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്കാരം നമ്മള് വരിക. ഓക്കെ, ആ ക്യാഷ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ആ ക്യാഷ് മിക്കവാറും അതൊക്കെ ഉണ്ടോ ഫ്രിഡ്ജിലൊന്നും ഒരു വസ്തുവില്ല. ഫ്രിഡ്ജിലോ എല്ലാം ഒരു സാധനമില്ല. നമ്മൾ തന്നെ പണിയെടുത്ത് ഇവിടെ കൊണ്ടുപോയി വെക്കണം എന്നാണ് തോന്നുന്നത്. ഫ്രിഡ്ജിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ച് ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ നിറയ്ക്കേണ്ടി വരും. ഈ ലിഫ്റ്റിന്റെ എല്ലാ ആവശ്യമുണ്ടോ? വല്ല താഴ്മലയിലൊക്കെ വെച്ചാൽ പോരായിരുന്നു ഈ വീട്. ലിഫ്റ്റ് ഇറങ്ങി പോകണമെന്നാണ് ഏറ്റവും താല്പര്യം. ഓക്കെ, താഴത്തോട്ട് പോകാം. അത് താഴെത്തുമ്പോൾ നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ലൈക്ക് ചെയ്യാട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ നമ്മളെ കടയിലൊന്ന് വേഗം പോയി നോക്കാം എന്താ അവസ്ഥ. കട തുറന്നിട്ടാണ് പോകുന്നത്, അടച്ചിട്ടുമില്ല. ഓക്കെ, കട ഇവിടെയാണ്. നേരെ പോയി നോക്കാം. ഓക്കെ, കട തുറന്നിട്ടാണ്. നേരത്തെ വന്ന ആ കസ്റ്റമർ ആണെങ്കിൽ പോയും ചെയ്ത് ക്യാഷ് കിട്ടിയിട്ടില്ല. ഓക്കെ, അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. പുതിയ കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്രോച്ച് ചെയ്യണം. ഓക്കെ, അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണാവോ ഫുഡ്? ഇതെന്തോ ഗെയിമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തോ ഒരു ഫുഡിന്റെ ഗെയിമാണ്. ഇതെങ്ങനെയാണ് കളിക്കലെന്നൊന്നും അറിയില്ല. ഇതെന്തോ ഗെയിമാണ്. ഇത് ഒഴിവാക്കാൻ കഴിയില്ല. ഇലക്ട്രിസിറ്റി ഓഫ് ആയിട്ടാണ്. ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും വലിയ ചടപ്പ്. ഇലക്ട്രിസിറ്റി ഓഫ് ആവുക. ഓക്കെ, $25 വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, $25 കയറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കയ്യിൽ എത്ര ഡോളറാണ് ഉള്ളത് നോക്കി നോക്കാം. പുതിയ കസ്റ്റമർ ഒന്നും വരുന്നിട്ടില്ല. നമുക്കിതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തൊരു വലിയ സെറ്റപ്പ് ആക്കണം. ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ കഴിയാൻ മതിയാവും. ഓക്കെ, വീണ്ടും ഒരു ഡിസ്ലൈക്കാണ് കിട്ടിയത്. ഇതുവരെ വേറെ തംസപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കയ്യിൽ ഇപ്പം ഏകദേശം കുറച്ച് പൈസ ഉണ്ട്. ഇതെന്ത് ഗെയിമാണോ? എന്തോ ഒരു ഫ്രൂട്ട്സിൻ്റെ എന്തോ ഒരു ഗെയിമാണ്. $778 ആട്ടോ ഇപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഫാൻസോറിൽ ഒന്ന് പോയി നോക്കാം. അതിൽ വെൻഡിങ് മെഷീൻ ഉണ്ടോ നോക്കാം. വെൻഡിങ് മെഷീൻ ഒക്കെ നമ്മളെ പുതിയ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അത് അപ്രൂവ് ചെയ്യണം. ഓക്കെ, അതിലല്ലേ കളിക്കുക. ഓക്കെ, മൈ കേക്ക് ഇതിലാണ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വെൻഡിങ് മെഷീൻ ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. വെൻഡിങ് മെഷീൻ ഇതിലില്ല. അപ്പം ഫുഡ് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വാങ്ങി തിന്നുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, ഇതിൽ വെൻഡിങ് മെഷീൻ ഇതിൽ കുറേ വേറെ പല സാധനങ്ങളും കിട്ടും. VR കൺസോൾ, ഇതിൽ ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ആക്കണം PC-ൽ. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അത്ര തന്നെ ഉള്ളൂ. അപ്പം ഫസ്റ്റ് നമ്മളെ ഫുഡ് എങ്ങനെ കഴിക്കാന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. എവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഇതിൽ വെബ് സ്റ്റോറൊക്കെ കാണുന്നുണ്ട്. വെബിൽ ഓക്കെ, നമ്മളെ ക്യാഷ് തന്നിട്ടുണ്ട്. നമുക്ക് ക്യാഷ് എടുക്കണം. ക്യാഷ് തരണമെന്ന് മിസ്സാക്കാൻ പറ്റില്ല. ഇതിൽ കുറേ എണ്ണം ക്യാഷായിട്ട് മുങ്ങി നടക്കുന്നവരുണ്ടാവും. ഒക്കെ $53 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഒന്ന് വിളിച്ച് നിർത്തുക. അതിൻ്റെ ഒക്കെ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഗൂഗിളിൽ എന്തോ ഗൂഗിളൊക്കെ ഉപയോഗിക്കാൻ തോന്നുന്നു നമ്മൾ സാധാ പോലെ എന്തോ ഇതൊന്നും വേണ്ട ബേക്കറി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.